സുഹൃത്തുക്കളെ സ്വാഗതം. മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ 37ാമത്തെ എപ്പിസോഡാണ്. നമ്മൾ ഇന്ന് കാശ്മീർ ട്രിപ്പിൻ്റെ ഒരു മുഴുവൻ വീഡിയോ ആണ് കാണുന്നത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഇതിന് മുമ്പുള്ള വീഡിയോ എടുക്കാം, അതിലാണ് ഇതിൻ്റെ ആരംഭത്തെ പറ്റി പറയുന്നത്. പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഉണ്ടാകുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് തന്നെ കിട്ടും. കൂട്ടുകാർക്കും പകർന്നു കൊടുക്കുക, അവരും കാശ്മീരിൻ്റെ അവശ്യ സൗന്ദര്യം ആസ്വദിക്കട്ടെ. ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. ഞങ്ങളുടെ ശ്രീനഗർ കാശ്മീർ യാത്രയുടെ 2ാം ദിവസമാണ് ഇന്ന്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഇംപെക്സ് ഹിൽ റിസോർട്ട്സ് ആണ് ഈ കാണുന്നത്. ഞങ്ങൾ 38 പേരുള്ള സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 14 ഫാമിലിയും ആയിട്ടാണ്. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ ദാൽ തടാക തീരത്തുള്ള ഒരു കുന്നിമുകളിലുള്ള ഈ ഹോട്ടലിലാണ്. അങ്ങകലെ കാണുന്നത് ദാൽ തടാകമാണ്. ദാൽ തടാകം വളരെ മനോഹരമായ കാഴ്ചയാണ്. വൈകിട്ട് ഞങ്ങളുടെ ഭക്ഷണമെല്ലാം വളരെ സുന്ദരമായ ഭക്ഷണമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ ഇവിടെ ഈ കാണുന്ന ലോണിൽ, വളരെ സുന്ദരമായ ഒരു ലോണാണ്, അവിടെ വന്നിരുന്ന് എല്ലാവരും ഒരു 3 മണിക്കൂർ നേരം സംസാരിച്ച് പാട്ടൊക്കെ പാടി രസിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഇന്ന് ഞങ്ങളുടെ യാത്ര പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ സോനാമാർഗിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാവരും പ്രഭാത ഭക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. ബ്രെഡ്, പൂരി, ചന. രാവിലെ തന്നെ പായസം റെഡി ആക്കിയിട്ടുണ്ട്. അതിനുശേഷം മുട്ടയാണ്. മുട്ട ആവശ്യത്തിനെടുക്കാം. ഇതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇവിടുത്തെ. അദ്ദേഹം മറ്റൊരു ക്യാപ്റ്റനാണ്. അദ്ദേഹം സജാദ്. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഉദ്ഘാടകൻ നമ്മുടെ ട്രഷററും ആയ ജഗന്നാഥാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതിനുശേഷം കേണൽ ടി.പി. ജോസഫ് കഴിക്കുന്നു. യേശുവിൻ്റെ മകൻ കഴിക്കുകയാണ്. സോബി എത്തി നോക്കാൻ വന്നിരിക്കുകയാണ്. റെഡി ആയിട്ടില്ല എന്ന് തോന്നുന്നു. നമ്മുടെ പൗലോസ് അച്ചായൻ സുന്ദരികളായി മാറുകയാണ്. രണ്ടുപേർ വന്നിരിക്കുന്നു കഴിക്കാനായി. പ്രഭാത ഭക്ഷണത്തിന് ഞങ്ങൾ കുറച്ച് വൈകിയാണ് എത്തിയത്. അവിടെ ലോണിൽ നിന്നിട്ടുള്ളൊരു ഫോട്ടോ ആണ്. കുറച്ച് ദൂരം നമ്മൾ ഒരു വണ്ടിയിൽ പോയ ശേഷം മാത്രമാണ് നമ്മൾ ആ സ്ഥലത്തെത്തുന്നത്. മഞ്ഞുമലകൾ കണ്ടില്ലേ? എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ്. നോക്കൂ, അതാ പുറകിൽ 38 പേര്. അതാ കാണൂ, സോനാമാർഗിലെ കാഴ്ചകൾ കാണൂ. തേച്ച് കുതിരപ്പുറത്തിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ജോസഫ് അച്ചായൻ വരുന്നു, അഭിഷേക്, വസന്ത ചേച്ചി വരുന്നു, സുശീൽ ജി, മിസിസ് സുശീൽ, ജാൻസി ചേച്ചി വരുന്നു. സുന്ദരമായ മലകളാണ് കാണുന്നത്. ഇതാ കണ്ടില്ലേ? കുതിരക്കുളമ്പടികൾ കേൾക്കുക നല്ല സുഖമുള്ള ഒച്ചയാണല്ലേ. സിനിമ കേൾക്കുന്ന അതേമാതിരി തന്നെ ഉള്ളതാണ്. കുതിര സവാരി പറയുന്നത് പോലെ എത്ര കാഴ്ചയ്ക്ക് ഭംഗിയാണെങ്കിലും നമ്മൾ ആ 2 കാലുകളും അതിൽ നല്ല ബലത്തിൽ പിടിച്ചിട്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അതൊന്ന് ഉറച്ചിരുന്ന് കഴിഞ്ഞാൽ ശരിക്കും ശരീരം വല്ലാതെ കുലുങ്ങും. അത് വളരെ ക്ഷീണിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ആക്റ്റീവായിട്ട് ഇരുന്നാൽ മാത്രമേ കുതിര സവാരി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതിൻ്റെ ആ മൂക്കുവള്ളി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ
കുതിര നിൽക്കും. അതാണ് അതിൻ്റെ ബ്രേക്ക്. സ്റ്റാർട്ട് ചെയ്യാൻ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കാല് അതിൻ്റെ സൈഡിലേക്ക് അടിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വള്ളി ഇടതുവശത്തേക്ക് ചരിച്ച് കഴിഞ്ഞാൽ ഇടതുവശത്തേക്ക് പോകും, വലതുവശത്തേക്ക് തിരിച്ച് വലതുവശത്തേക്ക് പോകും. ഇതാണ് കുതിരയുടെ നോർമൽ ഡ്രൈവിങ്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാൻ തയ്യാറാവില്ല. കാരണം ഈ കുതിരയുടെ സ്വഭാവം എന്താണെന്നോ കുതിര എങ്ങനെ പ്രതികരിക്കുന്നോ ഒന്നും അറിയാൻ പാടില്ലല്ലോ. കൂടിയ എല്ലാ കുതിരകളും വളരെ ക്ഷീണിതമായിട്ട് കാണപ്പെട്ടത്. പിന്നെ നോക്കി ആ നടക്കുന്ന ഭാഗത്തൊക്കെ ഓരോ കുഴികൾ കൂടി കാണാം. നമുക്ക് വല്ലാത്ത പേടിയാണ് ഈ കുഴിയിലൊക്കെ കുതിര പോയി വീഴുമെന്നുള്ള പേടിച്ചിട്ട്. ഞാൻ കണ്ടിച്ച കുതിര ഒന്ന് ചരിഞ്ഞു പോയിട്ട് അയാൾ ഓടി വന്നിട്ട് അത് താങ്ങി സഹായിക്കുക ചെയ്തത്. 1-2 പേര് വീണു ശുദ്ധമായിട്ട്. അത് നമുക്ക് നാളെ അറിയാം ആരൊക്കെ വീണേന്നുള്ളത്. ഒരു ഭയം കലർന്ന കൗതുകത്തോടെയാണ് എല്ലാവരും കുതിരപ്പുറത്ത് പൊതുവെ യാത്ര ചെയ്തത്. അതറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുതിരക്കുളമ്പടികളും ഈ കുതിരയുടെ ഒച്ചയും പിന്നെ അവർ കാണിക്കുന്ന എന്നുള്ള ഒച്ച മാത്രമാണ് കേൾക്കാനുണ്ടായിരുന്നത്. എല്ലാവരും വളരെ കൗതുകത്തോടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു വണ്ടിയിലിരുന്നത്, കുതിരപ്പുറത്തിരുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ പുതിയ പുതിയ അനുഭവം തന്നെയായിരുന്നു സമ്മാനിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഒരു കുതിര സവാരി എല്ലാവരും ആസ്വദിച്ചു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇറങ്ങാനും കയറാനൊക്കെ കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതെല്ലാം പുതിയ അനുഭവത്തിൻ്റെ അല്ലെങ്കിൽ പുതിയ രസത്തിൻ്റെ കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കുതിരപ്പുറത്തിരിക്കുന്നതിൻ്റെ ആ സുഖം കൂടി എല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ പുറമേ നിന്നുള്ള കുട്ടികളാണ്, നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നവരല്ല. ഇവരുടെ തന്നെ മക്കളാണെന്ന് തോന്നണം. അവർ നമ്മളൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളോടൊപ്പം അവരും ഉണ്ടായിരുന്നതാണ്. ബലത്തിൽ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന മാതിരി ഇരുന്നാൽ മാത്രമാണ് കണ്ടില്ല, ഇങ്ങനെ കാല് ബലത്തിൽ തന്നെ പിടിച്ചിരിക്കണം. അപ്പോഴാണ് നമുക്കതിനകത്ത് ആക്റ്റീവായിട്ട് അറിയാമല്ലോ. അല്ലാത്ത വർഷമെന്ന് വെച്ചാൽ ശരീരം അല്ലാതെ കുലുങ്ങുക. അങ്ങനെ അത് ഇതുപോലെ കാല് ബലത്തിൽ ചവിട്ടിയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഇരുന്ന് ക്ഷീണം കൂടുതലുണ്ടാവും, നമുക്കറിയാൻ തന്നെ. അതായത് ഫ്രണ്ട് കാല് പൊങ്ങുമ്പോഴും ഫ്രണ്ട് മുതുക് പൊങ്ങുമ്പോഴും ബാക്ക് പൊങ്ങുമ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ ക്ഷീണം ഉണ്ടാവും, ടകടകാന്നുള്ള രീതിയിലൊക്കെ. ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരി നല്ല ബലം പിടിച്ച് അങ്ങനെ എഴുന്നേറ്റ് ഓടുന്നത് മാതിരിയുള്ള അതിൽ നിൽക്കണം എന്നുള്ളതാണ്. കാല് കണ്ട് ബലത്തിൽ വെക്കണം, ഇങ്ങനെ വെച്ചാൽ പോരാ. അപ്പോൾ അതിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം നമുക്ക്. നമ്മളെ ഹൈറ്റിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താലാണ് പാകത്തിന് നിൽക്കാൻ പറ്റുള്ളൂ. കുറേ പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കുമില്ല. ഉണ്ട്. കുതിര കുറച്ച് ബലക്കുറവുള്ള കുതിരയാണ്, സുശീലിന് യോജിച്ച കുതിര ആയിരുന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് കിട്ടിയതും കുറച്ച് വയസ്സായ ഒരു കുതിരയൊക്കെയാണ്. അവർ നടക്കുന്നത് തന്നെ കഷ്ടപ്പെട്ട്, നമുക്കപ്പോൾ ബുദ്ധിമുട്ടാണ്. അതെ, അവർ ഓടിക്കുന്ന ആൾ ബ്രർ എന്നുള്ളൊരു ഒച്ച ഉണ്ടാക്കുന്നത് ഈ കുതിരയ്ക്ക് വേണ്ടിയിട്ട്. കണ്ട് ഈ നടക്കുന്ന ഭാഗത്ത് ഒരു കുഴികളൊക്കെ കണ്ടത്, ആ കുഴികളിലേക്കൊക്കെ ഈ കുതിര പോകുന്നുള്ള നമുക്ക് ഭയങ്കര പേടിയാണ്. ഒരു പ്രാവശ്യം ഒന്ന് തെന്നി കഴിഞ്ഞാൽ പിന്നെ പേടി കൂടുതലേ ഉള്ളൂ. പിന്നെ ചെളി നിറഞ്ഞ ഭാഗങ്ങൾ കൂടിയുണ്ട് ഇതുങ്ങൾക്ക്. അപ്പോൾ ഇതുങ്ങൾ ഏതിലെ പോകണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മളെ കുതിരയാണ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്കാണ് ഇറങ്ങിപ്പോയി. അപ്പോൾ നമുക്ക് പേടി വീഴാൻ പോകുന്നുള്ളതാണ്. അപ്പോൾ അയാൾ പറഞ്ഞു തരുന്നുണ്ട് അയാളുടെ ഭാഷയിൽ. താഴത്തേക്ക് പോകുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ബലം കൊടുക്കണം, ബാക്കിലേക്ക് ചരിഞ്ഞു കൊടുക്കണം. മുമ്പിലേക്ക് ഏറ്റം കയറുമ്പോൾ നമ്മൾ മുമ്പിലേക്ക് ചരിഞ്ഞു കൊടുക്കണം, നമുക്ക് ബോഡി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, ഇത് നമ്മുടെ ഒരു ക്ലിപ്പിംഗ് ആണ്, എടുത്ത് നോക്കിയതാണ് കയ്യിൽ. അപ്പം ഇത്രയും നമുക്ക് എടുക്കാൻ തന്നെ ഭയങ്കര പേടിയാണ്. കാരണം ആ കുഴി കണ്ടോ, ഇത് മറ്റേ അതിർത്തിരിക്കാൻ വേണ്ടി ആക്കിയിട്ട് കുഴികളാണ്. ഗവൺമെൻറ്റിനൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, അവർക്ക് സംബന്ധിച്ചിട്ട് അവരുടെയൊക്കെ ഉപജീവന മാർഗം തന്നെയാണ്. പക്ഷേ ആൾമോസ്റ്റ് 2000 രൂപയൊക്കെ അവർ പറഞ്ഞിട്ട് 1500ഓളം രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്തിട്ടാണ് നമ്മളിത് ഇതിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഏതാണ്ട് 40 പേരാകുമ്പോൾ 55,000 രൂപ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്കത് എന്താ പറയുക, അതിൻ്റെ എക്സ്പെൻസ് എത്രയൊക്കെയാണെന്ന് നമുക്കറിയില്ല. ഡ്രസ്സിൻ്റെ ഉണ്ട്, ഈ ചെരുപ്പ് ഷൂസൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്, കുതിരയുടെ എക്സ്പെൻസൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ റെസ്റ്റ് എടുക്കുന്ന ഭാഗത്ത് ചെന്നിട്ട് ഈ കുതിരകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ് താഴത്തേക്ക് നോക്കി നിന്നിട്ട്. പിന്നെ ജിഷയാണ് ഈ മുമ്പിൽ പോകുന്നത്, അനിൽകുമാറിൻ്റെ വീഡിയോ, സുനിൽകുമാറിൻ്റെ ഉണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായിരിക്കും, കാലങ്ങനെ ബലത്തിൽ പിടിക്കുന്നുണ്ട്. പാർവതി നല്ല കാലൊക്കെ നല്ല ബലത്തിൽ പിടിച്ചു.
ഈ കുതിരകൾ കുറച്ചുകൂടി നല്ല ആക്റ്റീവായിട്ടുള്ള കുതിരകളാണ്. അതുകൊണ്ട് ഇവരുടെ യാത്ര കുഴപ്പമില്ല, സ്പീഡുണ്ട്. ഞങ്ങളുടെ മാത്രം ഏറ്റവും ലാസ്റ്റാണ്, അപ്പം ഞങ്ങളുടെ യാത്രയിൽ പടമൊന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ അവസാന നിമിഷം പൗലോസച്ചായൻ്റെ മുഖം ഒന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ട് വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. ഇതാണ് കുതിരകളുടെ റെസ്റ്റിംഗ് സ്ഥലങ്ങൾ. ഈ ഭാഗത്ത് ഉണ്ട് എല്ലാവരും ഇങ്ങനെ കുതിര കഴിച്ചിട്ട് നിങ്ങളിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾ പുറത്തുള്ളത് ഇരുമ്പിൻ്റെ ഒക്കെ ഒരു സാധനമാണ്, അത് ഫിറ്റ് ചെയ്തൊക്കെയാണ് പെർമനൻ്റായിട്ട്. ഇവിടെ നമുക്ക് മാഗിയുടെ കുറച്ച് റെഫ്രഷൻ്റായിട്ട് സാധനങ്ങളൊക്കെ കിട്ടും, കുറച്ചുകൂടെ ആക്കി തരും അവർ. ചെറിയ ചായ കാപ്പിയൊന്നുമില്ല, വെള്ളവും അത് മാത്രമാണ് കിട്ടാനുള്ളത്. കുറച്ച് റിമോട്ട് ഏരിയ തന്നെയാണ്. നമ്മളൊരു 7 കിലോമീറ്റർ ഇങ്ങോട്ടും 7 കിലോമീറ്റർ അങ്ങോട്ടും 14 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് കുതിരപ്പുറത്തൊക്കെ. ഇതാണ് ഏറ്റവും മനോഹരമായ സോണാമാർഗിലെ ഐസൊക്കെ ഉള്ള ഭാഗങ്ങൾ. ഒരു ചെറിയൊരു തോടുണ്ട്, ആ തോട് കിടന്ന് അങ്ങേ സൈഡിൽ പോയി കഴിഞ്ഞിട്ടാണ് പാലം കണ്ടത്. അങ്ങേ സൈഡിൽ പോയി കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഫ്രീ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഐസിൻ്റെ സ്ലോപ്പ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. സുശീലിൻ്റെ നല്ലൊരു ക്ലിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട്, ഉടനെ വരും. അത് നോയലൊക്കെ നല്ല രീതിയിൽ ആസ്വദിക്കുന്നത് കാണാം. ഇവിടെ ഈ സാഫ്രോൺ അതൊക്കെ വിൽക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. ജോജുവൊക്കെ നല്ല രീതിയിലൊക്കെ വില പേശി വാങ്ങിക്കുന്നുണ്ട്. എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. മറ്റു സ്ഥലങ്ങളിലൊക്കെ മാസ്ക് കുറഞ്ഞൊക്കെ വന്നു. എന്താ വില പേശി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അയാൾക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അങ്ങോട്ട് പോകാനായിട്ട്. ഒരു റെസ്റ്റാണ് വന്നതിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി എല്ലാവരും റെസ്റ്റിൽ നിൽക്കുന്നത് മാത്രം. ഇറങ്ങിയിട്ടില്ല, അവർ വന്നിട്ട് ഇവിടെ റെസ്റ്റിംഗ് പ്ലേസ് ആണ്. ഈ പച്ച കളറാണ് അവരുടെ സ്റ്റൂള്. ഇതിന്മേൽ നമ്മളെ കയറി ഇരുന്നിട്ടാണ് ഒരാൾ വലിക്കും, രണ്ടാൾ തള്ളിത്തരും, അങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അത് 1 പോയിന്റ് 100 രൂപ, അങ്ങനെ 5 പോയിന്റ് 500 രൂപ, 2 സെറ്റ് കഴിഞ്ഞാൽ 1000 രൂപ, 1500 രൂപ, അങ്ങനെ അത്രയും മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാലേ നമുക്ക് താഴത്തേക്ക് ഇങ്ങനെ സ്ലൈഡിങ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. റെയ്മിയും ജയശ്രീയാണ് രണ്ടുപേരും ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. നല്ല ആളുകൾ അന്നിപ്പോൾ അതിൻ്റെ ഒരുവിധം നല്ല സമയം തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ആൾമോസ്റ്റ് ഒരു 200-250 ആളുകൾ ഇവിടെ തന്നെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ ഭാഗത്ത് മുകളിലേക്ക് നമ്മളെ വലിച്ചു കയറ്റി കൊണ്ടുപോകണം അവർ. എന്നെ സംബന്ധിച്ച് എനിക്കത്ര എന്താ പറയുക, അവരിങ്ങനെ കഷ്ടപ്പെട്ട് വലിക്കുമ്പോൾ നമ്മളത് ഇരുന്ന് അത് ആസ്വദിക്കാൻ പറയുന്നതൊക്കെ എനിക്കെന്തോ ഒട്ടും മനസ്സ് വരുന്നില്ല. കണ്ടി രണ്ടുപേർ തള്ളിത്തരും, ഒരാൾ വലിക്കണം. സുശീലിനെ പോലെ ആളാക്കി കയറിയുന്ന എത്ര പേര് വലിക്കണം എന്നൊക്കെ. സുശീലിൻ്റെ ക്ലിപ്പാണ് കേട്ടോ ഇത്. ഏറ്റവും നല്ല വീഡിയോ ആണ്. സജിക്ക് എപ്പോഴും ആസ്വദിക്കുന്നുണ്ട്. നോയിലാണ് അത് സ്ലൈഡിങ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത്രയും ദൂരം മുകളിലേക്ക് പോയാലാണ് താഴേക്ക് വരാൻ പറ്റുള്ളൂ നമുക്ക്. ഒരു വിശ്രമം. ഉല്ലാസ് സാറിൻ്റെ ഒരു നല്ല ഫോട്ടോ. സജിക്ക് എപ്പോൾ വളരെ ആഹ്ലാദചിത്തനായിട്ട് ഒഴുകി വരുന്നു. ആ സന്തോഷം മുഖത്തുനിന്ന് വായിച്ചെടുക്കുക. നല്ല റൊമാൻറ്റിക്കായിട്ട് ഏത് സമയവും. ഇവിടെ ഞാൻ ദീപം മാറി നിന്നിട്ട് അത് കാണുന്നതേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നിട്ട് വല്ലാതെ നമ്മൾ നിർബന്ധിക്കുകയാണ് പോകുന്നത്. പക്ഷെ എനിക്കൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ലാത്തൊരു കാര്യമാണ്. ഒരാൾ നിർബന്ധിപ്പോൾ മാറി കഴിയുമ്പോൾ അടുത്ത ആൾ വരും. അങ്ങനെ 2-3 പേരൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അത് മാറിപ്പോകേണ്ട വന്നു. ഒരു നിർബന്ധം കൂടിക്കഴിഞ്ഞപ്പോൾ. ശരിയൊരു ക്ലിപ്പ് ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ഇനി നമ്മൾ പതുക്കെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നതിൻ്റെ കുറച്ച് ക്ലിപ്പുകളേക്ക് പോകുന്നു. പൗലോസച്ചാനാണ് മുമ്പ് പോകുന്നത്. ഞാനെടുത്ത ക്ലിപ്പാണ്. പക്ഷെ നമുക്ക് നമ്മൾ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ ആ ക്ലിപ്പ് എടുക്കുന്നത് വളരെ പേടിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞാൽ കുട്ടികളുടെ അമ്മയാന്ന് തോന്നുന്നു ഈ മുമ്പിൽ പോകുന്നത്. അത് നമ്മളൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കുളമ്പടി ശബ്ദം കേൾക്കാൻ തന്നെ നല്ല സുഖമാണ്. റോഡിലാണെങ്കിൽ പ്രത്യേകിച്ച് നല്ല ശബ്ദം ഉണ്ടാവും.
നമ്മൾ തിരിച്ചു പോകുമ്പോൾ പിന്നെ പഴയ പോലുള്ള സ്പീഡൊന്നും ഉണ്ടാവില്ല. അവരും ക്ഷീണിതരാണ്, നമ്മളും ക്ഷീണിതരാണ്. ഇവരൊക്കെ എത്ര ദൂരം നടക്കണേ. അച്ഛനെ വിളിച്ചു നോക്കാണ്. അച്ഛൻ തിരിഞ്ഞു നോക്കിയേ, സജീവ് അച്ഛൻ തിരിഞ്ഞു നോക്കിയേ, ഇങ്ങോട്ട് ബാക്കിലേക്ക്, നേരെ ബാക്കിലേക്ക്, ഇങ്ങോട്ട് വിളിക്ക് എന്നെ 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 എന്നെ. അങ്ങനെ ഞങ്ങളുടെ ആൾക്കാർ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സോബി ആൻഡ് ഫാമിലി വന്നിറങ്ങുന്ന ദൃശ്യമാണ് കാണുന്നത്. ഇതാ അതെ, പൊക്കിയെടുക്കുകയാണ് സോബിയുടെ ഭാര്യയെ. അതിനുശേഷം ഇതാ സോബി ഇറങ്ങുന്നു. വെരി ഗുഡ്. കുതിരപ്പുറത്തുനിന്ന് നമുക്ക് ഇങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരിക്കലും ധൃതി വെച്ചൊന്നും ഇറങ്ങാൻ പറ്റില്ല. 2 കാലും ഒരു സൈഡിലേക്ക് വന്നിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. സോനാമാർഗിൻ്റെ നല്ലൊരു ദൃശ്യം കൂടി, രഘുനാഥിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഫോട്ടോ, ജെയിംസിൻ്റെ ഒരു ഫോട്ടോ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു. ഓക്കെ, ബൈ ബൈ സുഹൃത്തുക്കളെ, വീണ്ടും കാണാം.